തല്ലുമാല ഓഫ് മലയാള സിനിമ. മലയാള സിനിമയിൽ തല്ലുമാല ഓടിക്കൊണ്ടിരിക്കുക. അതെ, സ്പോൺസേർഡ് ബൈ പ്രൊഡ്യൂസർ അസോസിയേഷൻ, AMMA ആൻഡ് പിന്നെ ബാക്കിയുള്ള എല്ലാ അസോസിയേഷൻസും, പിന്നെ ഫ്രം മീഡിയ ചാനലുകൾ, പിന്നെ നമ്മൾ ഒരു സൈഡിൽ. ഓക്കെ, എല്ലാവരും കൂടെ ഉണ്ട്, ആരും മാറിയിരിക്കുന്നില്ല. സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സിനിമ ഒരുപാട് കാണുന്ന, മലയാള സിനിമ എന്താ പറയുക, ഭയങ്കര പ്രൗഡായിട്ട്, അല്ലേ, നമ്മൾ മലയാളികളാണ്, നമ്മുടെ സിനിമകളുടെ ക്വാളിറ്റി അത്രയാണ്, മലയാള സിനിമ എന്ന് പറയുമ്പോൾ വേൾഡ് ക്ലാസ് സിനിമകളാണെന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു നടക്കാൻ ഭയങ്കര എല്ലായിടത്തും പോയി പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളാവും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ടു ബി ഹോണസ്റ്റ് 2024 ബ്രില്യൻ്റ് ഇയർ ആണ് മലയാള സിനിമയ്ക്ക്. ഓക്കെ, കൈവച്ച എല്ലാ സിനിമകളും സിനിമയാണ്, ഭീകരമാണ്. ആൻഡ് ആഫ്റ്റർ കൊറോണ എസ്പെഷ്യലി മലയാള സിനിമയ്ക്ക് അതിഭീകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്ക് തോന്നുന്നു അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ വലിയ സിനിമകൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്രൗഡായിരുന്നു. വലിയ സിനിമ വരുമ്പോൾ എപ്പോഴും അത് ഒന്നില്ലെങ്കിൽ കന്നഡയിൽ നിന്ന്, തെലുങ്ക്, കന്നഡ അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെയൊക്കെ വരണം എന്ന് വിചാരിച്ചിരുന്ന നമ്മൾ അങ്ങനെ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ലാലേട്ടൻ വലിയ സിനിമയും, മമ്മൂക്ക വലിയ സിനിമയും, പൃഥ്വിരാജ് വലിയ സിനിമയും, ഫഹദ് ചെയ്യും, ടോവിനോ ചെയ്യും. നമ്മൾ അങ്ങനെ വരെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇനി ഒന്നും വേണ്ട, മലയാളത്തിൽ നിന്ന് ഒരു അപ്കമിങ് സ്റ്റാർ, ഇപ്പം നെസ്ലിന് വരെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-50 കോടിയുടെ സിനിമ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മുടെ മലയാള സിനിമ വളർന്നു. അതൊരു ഭയങ്കരമായ മാറ്റമാണ് ഞാൻ മലയാള സിനിമയിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു 100 കോടി സിനിമ എടുത്തിട്ട് അത് മലയാളത്തിൽ ഓടിച്ചിട്ട് അതിന് പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റുമോ, അതിന് മാത്രമുള്ള തിയേറ്റേഴ്സും ആളുകളും കളക്ഷനും ഇവിടെ കിട്ടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പ്രൊഡക്റ്റ് 100-150 കോടിക്ക് ഇപ്പോൾ സിനിമയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം എങ്ങനെ പോയാലും മലയാളികൾ മാത്രം കാണുന്ന രീതിയിലാണോ വെക്കുക? അല്ലല്ലോ. പാൻ ഇന്ത്യൻ, ടേം പാൻ കംസ് ദെയർ. ഓക്കെ, പാൻ ഇന്ത്യ എന്ന് പറയുന്ന സാധനത്തേക്ക് ഈ സാധനം, ആൻഡ് നമ്മുടെ നടന്മാർക്ക് ഇപ്പം അതുണ്ട്. ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ ഉണ്ടായ സമയത്ത് എന്നല്ല, അവരിപ്പോഴും ഉണ്ട്, സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. അവരുള്ള സമയത്തും അവരുടെ പ്രൈമിലുള്ള സമയത്തുള്ളൊരു പാൻ ഇന്ത്യൻ റീച്ച് അല്ല ഇപ്പോഴത്തെ നടന്മാർക്ക്. ഇപ്പോൾ നമ്മളെ ഇങ്ങേർക്ക് ഫഹദ്, ദുൽഖർ, പൃഥ്വിരാജ്, കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒന്നുമാണ്, ഷെയ്ൻ നിഗം വരെ ഒരു തമിഴ് പടം ചെയ്തു. നമുക്ക് എന്താണെങ്കിലും ഒരു 5-6 ആളുകൾ പറഞ്ഞ ആളുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ പണ്ട് നമുക്ക് എന്നും മമ്മൂക്കനെ ലാലേട്ടനെ കുറിച്ച് മാത്രമേ പുറത്തൊക്കെ സംസാരിക്കാറുള്ളൂ. ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാരെ കുറിച്ച് പുറത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നമ്മളെ നടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചും ടെക്നീഷ്യൻസിനെ കുറിച്ചും, നമ്മുടെ റൈറ്റേഴ്സ്, നമ്മുടെ ഡയറക്ടേഴ്സ്. ഇപ്പൊ നമ്മളെ വലിയ വലിയ ഡയറക്ടേഴ്സിനൊക്കെ തമിഴിൽ എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാരും നല്ല രീതിയിൽ പ്രൈസ് ചെയ്യുന്നുണ്ട്. നമ്മളെ സിനിമകൾ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈമില് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി നമ്മളെ സിനിമയിൽ കൂടുതലായിട്ട് വരാനും, കൂടുതൽ ആളുകൾ, കൂടുതൽ കമ്പനീസ്, കോർപ്പറേറ്റ്സ് വന്ന് ചാടാനുള്ള സമയം ഭയങ്കര ഹൈ ആണ് ഇപ്പോൾ. ഓക്കെ, ഇവിടെയാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്കും ഈ ചർച്ചയിലും ആരും തൊടാത്തൊരു ഫേസ് ചെയ്യാൻ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുന്നത്. പലരും പറയുന്നു, ഈ പറഞ്ഞ ആൻ്റണി പെരുമ്പാവൂർ പോസ്റ്റ് ചെയ്ത പോസ്റ്റിൻ്റെ ബാക്കിൽ മോഹൻലാലാണ്, പൃഥ്വിരാജാണ്, എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് പൃഥ്വിരാജ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷൻ ഫേസ് മാത്രമായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം കറക്റ്റ് സാധനം അവർ ഉപയോഗിച്ചു. പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ബിസിനസ്മാനാണ്, അതൊരു ഷൂഡ് ബിസിനസ്മാനാണ്, അയാളത് കൃത്യമായിട്ട് ഉപയോഗിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച പോണത് ആ ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്യുമെങ്കിലും മലയാള സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തമ്മിലുള്ള അല്ല, ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇതിൽ ഇപ്പോൾ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് പേര് ശരികൾ പറയുന്നുണ്ട്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലപ്പോൾ എപ്പോഴും ഒരു സ്വപ്ന തുല്യമായിട്ട് നിന്നത്, ഇവരൊക്കെ വാങ്ങുന്ന പൈസ എത്ര, ഈ സിനിമേൻ്റെ ബഡ്ജറ്റ് എത്ര, മനസ്സിലായ? ഈ സാധനമാണ് അയാൾ എക്സ്പോസ് ചെയ്യുന്നത്. സോ അത് ഒരു നോർമൽ സാധനമാണ്, ക്രൗഡിന് അതിലൊരു ഒരു കൂടുതലായിരിക്കും. അല്ലേ? ആണോ? അല്ലേ? ആണ്, അതുണ്ടാവും. പക്ഷേ അതൊന്ന് വിട്ട് മാറിയിട്ട് നമ്മളിപ്പോൾ ആലോചിക്കുക. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ സിനിമ എടുക്കാത്തൊരു ഫേസ്,
ഞാൻ സിനിമ എടുത്ത കാലത്ത് ഇതേ നടന്മാരെ ഇന്ന് ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ച ആളിൽ ഒരാൾ. ഓക്കെ, ഇപ്പം കോടിക്കണക്കിന് സിനിമ എടുക്കാൻ താല്പര്യമില്ല, എടുക്കാൻ പറ്റുന്നുമില്ല. അങ്ങനത്തെ ഒരു ഫേസിൽ ഇരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ മറ്റേ മാജിക് റിവീൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. മാജിക് ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്ത് എല്ലാ മാജിക്കും ചെയ്യും. മാജിക് ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് വന്നിട്ട് ഞാൻ മാജിക് നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അന്ന് എല്ലാ മാജിക്കിനും ട്രിക്കും വിളിച്ച് പറയും. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗാണ് ഇവരുടെ സംസാരത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവരെല്ലാവരും കംപ്ലീറ്റ്ലി കോർണർ ചെയ്യുന്നതും അല്ലെങ്കിൽ ചർച്ചകൾ കംപ്ലീറ്റ്ലി പോകുന്നതും പൃഥ്വിരാജ് അല്ലേ? ആണോ? പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ആളുടെ മേത്തേക്കാണ് പിന്നെയാ വരുന്നത്. പേര് പറയാൻ ആളുകൾക്ക് പേടിയില്ല, പക്ഷെ അവര് പറഞ്ഞ് ഈ ആന്റണി പെരുമ്പാവൂര് പറഞ്ഞിട്ട് ഇയാൾക്ക് ഇട്ട് കൊട്ടുന്നത് അത് ലാലേട്ടനിക്കും പൃഥ്വിരാജിക്കും കൂടുതൽ പൃഥ്വിരാജിക്കാണ് പോണേ. ഇവിടെ എന്താ സീൻ അറിയോ? പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആ ഒരു ഇപ്പം നടൻ വിടുന്നത് ബിസിനസ് മാൻ. ഇയാൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നതെന്താ, ഹൊമ്പാലെ ഫിലിംസ്, ലൈക്ക, നോർത്ത് ബെൽറ്റിൽ ഭയങ്കര പവർഫുള്ളായിട്ട് പൈസ എറിഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിട്ടിട്ട് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പൈസ വാരി എറിയുന്ന പ്രൊഡക്ഷൻ ഹൗസുകളെ മലയാളം സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? അതുണ്ട്. മലയാളം സിനിമയ്ക്ക് കൊണ്ടുവരാൻ ഇനിയും ചെയ്യും. ധൂമം ചെയ്തു അവര്, അങ്ങനെ കുറെ സിനിമകൾ അവർ ചെയ്യുന്നുണ്ട്. ഇനിയും പടങ്ങൾ വരും. ലൈക്കപ്പോൾ ഇത് എടുത്തു, ഏത് എമ്പുരാൻ എടുത്തു. ഈ പൃഥ്വിരാജിന് അങ്ങേർക്കൊരു ബിസിനസ് സാധനം ഉണ്ട് കയ്യിൽ. അത് നാളെ ബെനിഫിറ്റ് ചെയ്യുന്നത് ഇവിടെ പൃഥ്വിരാജിന് മാത്രമല്ല, ഇൻഡസ്ട്രിക്ക് അകത്തുള്ള കുറേ നടന്മാർക്കും ടെക്നീഷ്യന്മാർക്കും നമ്മുടെ ഇൻഡസ്ട്രിക്കും എന്താണ് ആ സാധനം ഭയങ്കര ഗുണമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എവിടെയോ എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം നടന്മാർക്ക് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായി, അതുകൊണ്ട് ഇവർക്ക് കുരു പൊട്ടി. നാളെ എല്ലാ നടന്മാർക്കും ഇങ്ങനെ പ്രൊഡക്ഷൻ ഹൗസ്, ഉണ്ണിമുകുന്ദൻ, പൃഥ്വിരാജ്, ടൊവിനോ, പിന്നെ ആർക്കാ പ്രൊഡക്ഷൻ ഹൗസ് ഉള്ള അവിടെ, ഫഹദ് ഫാസിൽ, കുറേ ടീമിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി മമ്മൂക്ക ഇപ്പോൾ റീസെൻ്റ് ലാലേട്ടൻ പിന്നെ ഓൾറെഡി പണ്ട് മുതൽ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതെല്ലാവരും തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോക്കോൾഡ് പ്രൊഡ്യൂസേഴ്സ് വീട്ടിലിരിക്കുമോ എന്നുള്ളൊരു സീൻ. ഓൾറെഡി വീട്ടിലാണ് പലരും. അങ്ങനെയുള്ള സ്കീമിൽ നിന്ന് പൊട്ടിയതല്ലത്. ഇത് വന്ന വിഷയം എവിടെ കിടക്കണം അറിയും? ഈ എന്താ പറയുക, ഒരാളുടെ വളർച്ചയോ അല്ലെങ്കിൽ ഒരാളിലേക്ക് ഇത് ഫോക്കസ്ഡ് ആവും എന്നുള്ളൊരു പേടിയാണ് സത്യം പറഞ്ഞത്. ഇനി അതാ തോന്നിയിട്ടുള്ളത്. സിനിമയിൽ എന്തായാലും ചേരിതിരിവുണ്ടോ? ഒരു ഗ്യാങ് കളികളൊക്കെ ഭയങ്കര ഇവിടെ ഈ എക്സ്പോസ് ചെയ്യുന്ന പരിപാടി, ഈ സംഗതികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസേഴ്സ് വരുന്നു, AMMA പറയുന്നു, AMMAയുടെ നടന്മാരെല്ലാവരും ഇവിടെ പറയുന്നു, ഭയങ്കര ചർച്ച. അത് മലയാള സിനിമേനെ രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യാനാണ് നിൽക്കുന്നത്. ഈ സമരം ചെയ്ത ടീമിനോട് ചോദ്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുജനത്തിന് ഖജനാവെന്ന് ഇത്രയും കോടിക്കണക്കിന് രൂപേൻ്റെ പൈസയും വാങ്ങി അങ്ങനെ റിപ്പോർട്ട് ഊത്തിയും വെച്ച് പുറത്ത് വിട്ടപ്പോൾ പല്ലും നഖമില്ലാതെ അത് പുറത്തും വിട്ട് ലാസ്റ്റ് അതിൽ ചർച്ചകൾ നടന്ന സമയത്ത് മൗനി വ്രതമായിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ അല്ലേ? അന്ന് മലയാള അതാണ് ശരിക്കും മലയാള സിനിമയെ രക്ഷിക്കുന്നത് അല്ലേ? ആ ആസ്പെക്റ്റിലാണ് സിനിമേന്റെ ആംബിയൻസ്, ചുടുവെള്ളം പറഞ്ഞുകൊണ്ട് കഴുകിയെടുക്കേണ്ട സംഭവങ്ങൾ. ആ സാധനങ്ങളിലൊക്കെ അന്ന് സമരം ചെയ്യാൻ ആളില്ല. പറയാൻ അന്നെന്തായത് പരസ്പര സ്നേഹം. അയ്യോ ഒന്ന് കെട്ടിപ്പിടിച്ചു നടന്നു, ഉമ്മം കൊടുത്ത് നടന്നിരുന്ന ടീമായിരുന്നു. ഇപ്പോൾ അത് ഇനി വേറെ രസം ഞാൻ പറയാം. ഈ 100 കോടി ക്ലബ്ബൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രേക്ഷകരും നമ്മളൊക്കെ ഇപ്പോൾ 100 കോടി ക്ലബ്ബ് ഫേക്കാന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായി. ഗ്രോസ് എങ്ങനെയാണെന്നും അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം എത്രയാണ്. ഒരു 100 കോടി എന്നൊരു സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ 27 കോടിയോ 25 കോടിയോ ആണ് ആർക്ക് കിട്ടുന്നത്, പ്രൊഡ്യൂസർക്ക് വരുന്നത്. അപ്പോൾ സ്റ്റിൽ എത്രയാണ് വരുന്നത്? 27-25 കോടി മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. 27-25 കുറച്ചാ അല്ല, 100 കോടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും അവർ പറയുന്നത് 25 കോടി ഉള്ളൂ അല്ല. അപ്പൊ ഇവര് പറയുന്നത് എന്താ, 100 കോടി 50 കിട്ടണം? നടക്കൂല. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റിനൊക്കെ എനിക്ക് അങ്ങനെ പറഞ്ഞതിൽ കുറച്ച് സാധനങ്ങളോട് ഇത് തോന്നിയത്. പക്ഷെ എന്താ അറിയോ, ഇത് ഈ സുരേഷും മറ്റേ നമ്മളെ ഇയാളും തമ്മിലുള്ള ഒരു പ്രശ്നമായി മാറുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അയാളൊരു സംഘടനയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അയാളടുത്ത് പറ്റിയൊരു മിസ്റ്റേക്ക്, അയാളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് പറഞ്ഞാണെന്നുണ്ടെങ്കിലും ഇറങ്ങാൻ പോണ ഒരു സിനിമേനെ കുറിച്ച് സംസാരിക്കുന്നത് കുറിച്ചിട്ട് അയാൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല എന്നാട്ടെ. അവിടെ ഒരു എഴുതി വിട്ട സമയത്ത് ആർക്കോ കൊടുത്തൊരു ചർച്ചേനകത്ത്
പറഞ്ഞാണ് നമ്മള് തമ്മിൽ അതാ ഞാൻ പറഞ്ഞത്, അത് പ്രൊമോഷൻ ആയിട്ടാ പോയെന്ന്. അത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് വെച്ചപ്പോ നമ്മൾ തമ്മിൽ പുറത്ത് പറയാൻ മൂന്നാമതൊരാളെടുത്ത് പറയാൻ പറ്റാതെ നമ്മൾ മാത്രം സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അത് ഞാൻ കോൺഫിഡൻസ് കൊണ്ട് ഇട്ടതായിരിക്കും. വർഷങ്ങളായിട്ട് മോഹൻലാലിനെ അറിയാം, ആന്റണി പെരുമ്പാവൂരിനെ അറിയാം. പക്ഷെ അത് ഈ ടൈമിൽ അത് എന്ത് ചെയ്തു, പ്രൊമോഷനായിട്ട് അവർ നൈസായിട്ട് ആ സ്കീം ഉപയോഗിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഈ തല്ല് അൺവാണ്ടഡ് ആണ് ഒന്ന്, നമ്പർ 1. പിന്നെ ഇന്നവിറ്റബിൾ ആണ്. നാളെ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ നടന്മാർക്കും പ്രൊഡക്ഷൻ ഹൗസ് വരും, ഉറപ്പാണ് ആ കാര്യം. അയാൾ പണ്ടത്തെ പോലെ വന്ന് അഭിനയിച്ച് മാത്രം പോകുന്ന ആളുകളാണോ? പണ്ടും ആളുകൾക്ക് താല്പര്യമുണ്ട് എന്ത്, ഡയറക്ഷൻ പഠിക്കാൻ, പ്രൊഡക്ഷൻ പഠിക്കാൻ, പൈസ പിന്നെ എല്ലാ കാലത്തും. നടന്മാരോട് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കണക്റ്റഡ് ആയി കിടക്കുന്ന ആൾക്കാരാണ്. നടന്മാർ അവരെ കഴിവ് വെച്ചിട്ട് അഭിനയിക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് പൈസ കിട്ടുന്നത്, ഇയാളുകൊണ്ടാണ് നടൻ ഉണ്ടാവുന്നത്. ഈ പറയുന്ന നടന്റെ നടനല്ല, പ്രൊഡ്യൂസർ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വൈഫിന്റെ പേരിലല്ലേ പ്രൊഡക്ഷൻ ഹൗസ്. അഭിനയിക്കുന്നുണ്ട്. മേനക AMMയിൽ അംഗമല്ലേ, ആക്ട്രസ് അല്ലേ, അവർക്ക് പ്രൊഡക്ഷൻ ഹൗസ് പാടും. ആക്റ്റീവ് അല്ല എന്നൊക്കെ എന്തൊക്കെയാണെങ്കിലും നടിയാണ്. ആയ കാലത്ത് ആക്റ്റീവ് മെമ്പറുമാണ് തോന്നുന്നില്ല. പിന്നെ അമ്മേനെ മെമ്പറുമാണ്, പ്രൊഡക്ഷൻ ഹൗസും ഉണ്ട് അവർക്ക്. അപ്പൊ അതെങ്ങനെയെന്നുള്ള ചോദ്യം ഞാൻ പറഞ്ഞില്ല. ഇത് ഒരു ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒന്നും സിനിമകളൊന്നും ഇല്ലാതെ സൈഡായ കുറച്ച് ആളുകൾക്ക് ഇനി എന്ത് എന്നുള്ളത് ചോദിച്ചിരുന്നതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അവരെ ഒരുമാതിരി ഓക്കെ നമ്മളെ സൈഡാക്കിയല്ലേ നമ്മളിപ്പോൾ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാജിക്കൊക്കെ നിർത്തി പോയിട്ട് അതിൻ്റെ ട്രിക്കുകൾ വെളിപ്പെടുത്തുക എന്നുള്ള പരിപാടിക്ക് അവരെന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് അവരെന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ അതായിരിക്കാം. പിന്നെ അതിൽ ക്യാഷ് ഇൻ ചെയ്തത് പൃഥ്വിരാജാണ്. കാരണം പൃഥ്വിരാജ് എമ്പുരാൻ്റെ പ്രൊമോഷൻ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ട് സാധനം കൊടുത്തിട്ടു. മൂന്നാമത്തെ സ്റ്റിൽ അത് എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ എമ്പുരാന് പ്രൊമോഷന് ഗുണം ചെയ്യുമായിരിക്കും. പക്ഷെ മലയാള സിനിമയ്ക്ക് ടോട്ടലായിട്ട് ഇത് ഇവരെല്ലാവരും തമ്മിൽ ഇങ്ങനെ നമ്മളൊക്കെ മുന്നിൽ, നമ്മളൊക്കെ ഇതിന്റെ പുറത്തുള്ള ആളുകളാണ്, നമ്മളൊക്കെ കാഴ്ചക്കാർ മാത്രം. നമ്മളെ മുന്നിൽ ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കര നമ്മൾ റെസ്പെക്ട് ചെയ്തിരുന്ന ആൾക്കാർ തമ്മിൽ ചളിവാരി എറിയല്ലേ. ഞാനൊരു കാര്യം കേട്ടത്, മലയാള സിനിമയ്ക്കല്ലേ മോശം ചെയ്യണം. ഒരാഴ്ച കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കിടക്കില്ലേ, അതത്രേ ഉണ്ടാവുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ അപ്പൊ ഇവരൊക്കെ തമ്മിലുള്ള ഒരു വിശ്വാസ്യത നമ്മളുടെ ഇടയിലും അവരുടെ ഇടയിലും നഷ്ടപ്പെടുകയല്ലേ. ജനങ്ങൾ ഇതൊക്കെ ഓർത്തിക്കുന്നു. ജനങ്ങൾ ഇതിൽ ഓർക്കാൻ പോണ കേസ് എന്താ? ഈ ഉണ്ടായ ഫൈറ്റിൽ നിന്ന് ജനങ്ങൾ ഇനി ഓർക്കാൻ പോണ കാര്യം എന്താ? മോഹൻലാലിന്റെ റെമ്യൂണറേഷൻ, ഒരു സിനിമ 100 കോടി ക്ലബിലെത്തിയോ? ഒരു സിനിമ 100 കോടി ക്ലബിലെത്തിയാൽ ഡയറക്ടർക്ക് എത്ര കിട്ടും, പ്രൊഡ്യൂസർക്ക് എത്ര കിട്ടും, നടൻ എത്ര കിട്ടും? പൊതുജനങ്ങൾ ഇതല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ. ഒരു 100 കോടി എന്നൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആലോചിക്കില്ല, ഓ അപ്പൊ ഈ നടനൊക്കെ എത്ര മേടിച്ചിട്ടുണ്ടാവും. അതാണ് സ്വാഭാവികമായിട്ട്. ഇത്രേ പൊതുജനങ്ങൾ ഈ ഫൈറ്റിനകത്തുനിന്ന് എന്ത് ചെയ്യുള്ളൂ, ഈ ചർച്ചകൾക്കകത്തുനിന്ന് പൊതുജനം മനസ്സിലാക്കും. പൊതുജനം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമയെ നന്നാക്കാനോ സിനിമ നന്നാവാനോ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഇതല്ല തല്ലണ്ടേ. അപ്പുറത്ത് അതിനും വലിയൊരു ബോംബാണ് എന്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊരു തല്ലുകൂടിയിട്ടില്ല, അതിലിങ്ങനെ ചർച്ച നടന്നിട്ടില്ല. ഇവർ തമ്മിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒന്നും നടന്നില്ല, കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു. അതിൽ അവരൊക്കെ ഒറ്റക്കെട്ടായിരുന്നു. ആ ഒറ്റക്കെട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ ഈ കൂട്ടുകെട്ടുന്ന നല്ല നല്ല പടങ്ങളും ഇല്ല. അതെ, ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി വന്നത് ഒരാളിലേക്ക് ഫോക്കസ്ഡ് ആവുമോ മലയാള സിനിമ എന്നുള്ള നല്ല പേടിയുണ്ട്. അത് പൃഥ്വിരാജിനെയാണ്. അതെനിക്ക് തോന്നുന്നു മേ ബി ഒരു സമയത്ത് ദിലീപേട്ടൻ്റെ അടുത്തായിരുന്നു എല്ലാം ഉണ്ടായെന്ന് തോന്നുന്നു. അങ്ങേര് കേസ് വന്ന് സൈഡായതോട് കൂടിയിട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോയി. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാളിലേക്ക് ആ സാധനം പോയി. അത് പോയതോട് കൂടിയിട്ട് ഇവിടെ കുറേ ഉള്ള ആളുകൾക്ക് എന്തായി, അത് പ്രശ്നമായിട്ടുണ്ട്. അതാണ് ഒരു ഫാക്ടർ. ദിലീപ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്ന സുരേഷ് അടക്കമുള്ളവരെന്താണ് ഭയങ്കരമായിരിക്കും. അവർ ഈ റേഞ്ചൊന്നും ആയിരിക്കില്ല അവർ, അത് വേറെ കാര്യം. അങ്ങനെ മലയാള സിനിമയിലുള്ള പവർ ബെൽറ്റില്ലേ, പവർ ഗ്രൂപ്പിൻ്റെ ഡയമെൻഷനെ വേറെ ആയിരിക്കും. അങ്ങേരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അങ്ങേര് സൈഡായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫാക്ടർ. അത് വേറെ കാര്യമുണ്ട്. ഇപ്പം ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്യുന്ന പരിപാടിയില്ലേ, ലിസ്റ്റിൻ സ്റ്റീഫൻ വന്നിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തും, സംസാരിക്കും. അതാണ് ദിലീപേട്ടൻ. ഞാൻ ഇന്നാളെ ഇന്റർവ്യൂ കണ്ട സമയത്ത് അത് പത്രസമ്മേളനം കണ്ടപ്പോ അങ്ങനെ വിചാരിച്ചു, ഒരു പക്ഷേ ദിലീപേട്ടനാണല്ലോ എവിടെ പ്രശ്നം വന്നാലും എല്ലാരെയും കണക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ല ഇപ്പോഴാട്ടോ അയാൾ ആ ഒരു മാനേജ്മെന്റ് സ്കില്ലും പരിപാടിയൊക്കെ അങ്ങേര് അയാൾ അടിപൊളിയായിട്ടാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതിന്റെ മുന്നേ വിനയൻ ആ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും സംഘടനയൊക്കെ അയാൾ ഇത്രയും ഹാൻഡിൽ ചെയ്ത്, അന്ന് ആ സിനിമേന്റെ എല്ലാവരും മുകളിൽ നിൽക്കുന്ന ഒരു സമയത്ത് അയാളെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരുപോലെ എല്ലാ അസോസിയേഷനും ഒരുപോലെ കൊണ്ടുവന്നു. അന്ന് എനിക്കതിന് ഇത്രയും പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നില്ല. അതിന്റെയൊക്കെ ഗുണങ്ങൾ ഇതൊക്കെ ദിലീപേട്ടൻ മാത്രമല്ല, ഇന്നസെന്റ് അങ്ങനെയുള്ള ആളുകളൊക്കെ. ആക്ച്വലി എന്താ വിഷയം തെങ്ങി, മോഹൻലാലോ മമ്മൂട്ടിയോ പുറത്തിറങ്ങി എന്തെങ്കിലും പറയൂ? അതവര് പറയില്ല. അതാ പ്രശ്നം. പറയാൻ ഇനി പൃഥ്വിരാജ് പറയോ? ഇല്ല.
ഈ നടന്മാരെ കൂട്ടത്തിൽ ശരിക്കും ലാലേട്ടനും മമ്മൂക്കൊക്കെ വിചാരിച്ചാൽ കൂളായിട്ട് ഇതൊക്കെ സോൾവ് ചെയ്ത് പോകാൻ അല്ല, പറ്റും. അവര് ഇടപെടില്ല, അവര് പറയില്ല. ഇത് പറയാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ആള് പിന്നുള്ളത് ദിലീപായിരുന്നു. അയാൾ പറഞ്ഞിരുന്നു, അയാൾക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് എന്താ വെച്ചാൽ പേഴ്സണൽ കാര്യങ്ങൾ തന്നെ ഒരുപാടുള്ളതുകൊണ്ട് ചിലപ്പോൾ അയാൾ ഇത് ചെയ്യണ്ടാവില്ല. പൃഥ്വിരാജ് ആണെങ്കിൽ പുറത്ത് ഇനിയിപ്പോ അയാൾക്ക് പറഞ്ഞു വരാൻ പറ്റില്ല. അപ്പത്തേക്ക് കേസ് സാധനം മറ്റേത് മറിച്ചിട്ട് അയാൾ എന്ത് ചെയ്യും, അയാളെ സൈഡാക്കും. അയാൾക്ക് അത് പറയാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് നടക്കൂല. ഇപ്പൊ തോന്നുന്നത് ആ പൊസിഷനിൽ കയറിയിരിക്കുന്നത് ലിസ്റ്റൻ സ്റ്റീഫനാണ്. ലിസ്റ്റൻ സ്റ്റീഫൻ ആ സംഗതികൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ലിസ്റ്റൻ സ്റ്റീഫനും ലിസ്റ്റിന്റെ പക്ഷെ എന്താ പറയാ, എനിക്ക് അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണില്ല തോന്നുന്നു. ഇപ്പൊ ഇന്നത്തെ പത്രസമ്മേളനത്തില് അയാൾ എന്താ പറയാ ഒരു പവർഫുൾ അല്ല, പറഞ്ഞ ആൾക്കാർ ഇതാക്കാൻ പറ്റണില്ല. നമ്മള് പറഞ്ഞ പോലെ നാളെ പൃഥ്വിരാജ് അന്ന് ആ ഇതുണ്ടായപ്പോ നിങ്ങള് ഓർമ്മ ഉണ്ടോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സീൻ വന്നപ്പോ ലാലേട്ടൻ ബബ്ബ അടിച്ച് മമ്മൂക്കാനെ കത്തും ഏകദേശം സൈഡായി. പൃഥ്വിരാജിന്റെ ഒരു പത്രസമ്മേളനം എന്ത് ചെയ്യുന്നു, തീയിട്ട് കൂട്ടിയില്ല നാട്ടുകാർ പൃഥ്വിരാജിനില്ലേ. അയാൾക്ക് എന്താ വെച്ചാൽ പറയണ അതെ, ആ സാധനം ഇപ്പൊ ഈ സംഗതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു നാളെ പൃഥ്വിരാജ് എന്നൊരു പത്രസമ്മേളനം കൊടുത്തിട്ട് അല്ല, പൃഥ്വിരാജിന് പുഷ്പം പോലെ ഇതെല്ലാം ഡീൽ ചെയ്യാവുന്നേ ഉള്ളൂ. അയാൾ പുറത്ത് വന്ന് വളരെ ഡീസെന്റ് ആയിട്ട് കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ സോൾവ് ആവും. ഈവൻ ചിലപ്പോൾ ലാലേട്ടനാണെങ്കിൽ അത് പറ്റുണ്ടാവാൻ ചാൻസ് ഇല്ല. പൃഥ്വിരാജിന് അത് ഭംഗിക്ക് അത് ട്രീറ്റ് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ പായൊക്കെ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വോയിസ് ടോവിനോ ഞാൻ കേട്ടിട്ടുള്ള ബെറ്റർ ദാൻ ആസിഫ് അലി ഓർ നമ്മളെ ഫഹദ് ഫാസിൽ. പിന്നെ അങ്ങനെ ഒരു ഫഹദൊന്നും പിന്നെ സംസാരിക്കാറില്ല. പിന്നെ ഒരു സാധനം ഉള്ളത് നടന്മാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ്, ടോവിനോ ആണുള്ളത്. ഇപ്പൊ ഒരു പരിധി വരെ പിഷാരടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിഷാരടി സംസാരിക്കാൻ പറ്റിയ ഒരാളാണ് പിഷാരടി. പക്ഷെ ആക്സെപ്റ്റൻസി ആളുകളുടെ ഇടയിൽ എത്രത്തോളം വരും സിനിമാക്കാരുടെ ഇടയിൽ ഇപ്പോ നമ്മളെ ജനങ്ങളുടെ ഇടയിൽ എത്ര കിട്ടിയില്ലെങ്കിലും അയാൾക്ക് ചിലപ്പോ ഇത് ചെയ്യാൻ പറ്റും. ലിസ്റ്റിനൊക്കെ എന്താ പറയാ, ലിസ്റ്റിന് അടിപൊളിയാണെങ്കിൽ പോലും അയാൾക്ക് ഇത്ര ഇന്നത്തെ പത്രസമ്മേളനം ഞാൻ കംപ്ലീറ്റ് കേട്ടെന്ന് എനിക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. അയാൾ പറയുമ്പോ ഇതായിരുന്നു ഒന്ന് തോന്നണില്ല. ആ സമയം പൃഥ്വിരാജൊക്കെയാണ് അത് കണ്ടപ്പോ അന്ന് എനിക്കതാ തോന്നിയത്, ഇയാള് സത്യത്തിൽ ആരെ കൂടെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവും. ഞാൻ വിചാരിച്ച ലിസ്റ്റും വരും തീർത്തിട്ട് പോകുന്ന. നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ തീരുമാനം പറയാനൊക്കെ ഇയാൾ വന്നെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അയാൾക്ക് തന്നെ പല ചോദ്യത്തിനും മറുപടി ഇല്ലാത്ത അവസ്ഥയിലെത്തി. എന്താണെങ്കിലും ആസ് എ മലയാളം സിനിമാ പ്രേക്ഷകൻ, സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്, സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓരോ കാലഘട്ടത്തിൽ സിനിമ എന്ന് പറഞ്ഞ ഫീൽഡിൽ ഓരോരുത്തരായിരിക്കും ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് ഹീറോ റിയൽ ടൈമിൽ വന്നിരിക്കും. ഹീറോ ഇൻ ദ സെൻസ് ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് ഒരു പവർ പേഴ്സൺ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പേഴ്സൺസ് എന്ന് പറയുന്നത് കുറച്ച് ആളുകളോ ഒരു വ്യക്തിയോ ആയിരിക്കും. അതൊരു ഫാക്റ്റാണ്. അതിനകത്ത് പറഞ്ഞു കാരണം ബിസിനസ് അറിയുന്നവൻ രാജാവ്, അതാണ് വിഷയം. അതിനകത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യാനും ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നതിൽ ഒരു മേജർ റോള് വഹിക്കാനും പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യും, പടം എടുത്തിട്ട് വെച്ചവിടലും മുന്നോട്ട് വിട്ടിട്ട് പോകും. അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും സിനിമ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സാണ്, കൈകാര്യം ചെയ്യാൻ. ഇവർ ഈ പറയുന്നത് സുരേഷിനെ പോലുള്ള പണ്ടത്തെ പ്രൊഡ്യൂസേഴ്സ് വന്നിരുന്ന് പറയുന്ന പോലെ ഞങ്ങളൊരു 10 കോടി തരാം, ഈ 10 കോടിക്ക് മോഹൻലാലും അഭിനയിക്കണം, സിനിമയും കഴിയണം, 40 ദിവസം സിനിമ തീർക്കാനുള്ള സമയം, എങ്ങനെ നടക്കൂ? പിന്നെ അന്നത്തെ അയാളൊക്കെ കത്തി എന്ന ആ ഒരു കാലഘട്ടം പോലെ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. കാരണം എന്താ പറയുക, ഇപ്പത്തൊക്കെ കഥകളെ വരുന്നത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ തീരുന്നില്ല. അവിടെ മറ്റേ വെബ് സീരീസ് മാതിരി സിനിമ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ തീരാനാണ് ഈ പരിപാടി? നടക്കുന്ന പരിപാടിയേ അല്ല. പിന്നെന്ന് പറഞ്ഞാൽ മലയാളി ക്രൗഡ് വലിയ സിനിമകൾക്ക് അഡിക്റ്റായി. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. നമുക്ക് വലിയ ഫ്രെയിമിൽ വലിയ സിനിമ കാണണം. നമുക്ക് ചെറുതൊന്നും നടക്കണില്ല. ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു എന്താ പറയാ, കുറെ സിനിമ, ഒരു ഭീകര സിനിമ കാണണം നമുക്ക്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ മലയാള സിനിമ നമ്മളെ കേടുവരുത്തി ഇങ്ങനത്തെ ഭീകര സിനിമ നമുക്ക് തന്ന് ശീലിപ്പിച്ചിട്ട് നമുക്ക് വലിയ സിനിമ, നമ്മൾ വേൾഡ് സിനിമയ്ക്ക് എക്സ്പോസ്ഡ് ആയപ്പോ നമുക്ക് വലിയ സിനിമ കാണേണ്ട ഒരു അവസ്ഥ. നമുക്ക് ഇപ്പൊ നമ്മള് KGF കണ്ടിട്ടും ബാഹുബലി, നമ്മളെ മലയാള സിനിമ ആസ്വാദകർ ഒരു സിനിമ കാണാനുള്ള ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ നമ്മളത് മാറി. അത് നമ്മളെ ഒരു ആസ്വാദന ശൈലി തന്നെ മാറി. ഇപ്പൊ നമ്മള് വലിയ സിനിമകൾ നമുക്കും പറ്റുന്ന കാരണം കൊണ്ട് മലയാളത്തിൽ തന്നെ എന്താ സംഭവിച്ചറിയാം നിങ്ങൾക്ക്? ഇതിപ്പോ എത്ര പേര് കണക്ട് ആവും അറിയില്ല. ചിലപ്പോൾ പറയുന്നത് പൊട്ടത്തരായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആസ്പെക്ട് പറയാണ്. എനിക്ക് പൃഥ്വിരാജിനെയോ ലാലേട്ടനെയോ മമ്മൂക്കാനെയോ ടൊവിനോനെയോ ഫഹദ് ഫാസിലിനെയോ ഒക്കെ ഇപ്പൊ എനിക്ക് നെക്സ്റ്റ് ഡോർ ബോയ് എന്ന് പറഞ്ഞ് കാണാൻ താല്പര്യമില്ല. ഉള്ളതാരും പറയാം. അത് ചെയ്യാൻ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? ഇഷ്ടംപോലെ ബേസില്, നിവിൻ പോളി, ഇന്നിപ്പോ മറ്റേ കുറെ ആൾക്കാർ ചെയ്തല്ലോ,
കുറേ ആൾക്കാരുണ്ട് നമ്മളെ അംബാനെ പോലുള്ളവരുണ്ട്, കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നെസ്ലിൻ കുറേ ആൾക്കാരുണ്ട്, അവരിങ്ങനെ വരികയാണ്, അവർ ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യുന്നുണ്ട്. അതൊരു മോശം ഇതല്ല, അല്ല ഞാൻ പറയുന്നത് മോശം സ്റ്റേജ് അല്ല, ഞാൻ പറയുന്നത് 2 ടയർ ആയ പോലെ തോന്നി. ഇപ്പൊ ടൊവിനോ അല്ല, പണ്ട് നമുക്ക് എപ്പോഴും കണ്ണടച്ച് ആസിഫ് അലി വരെ മറ്റേ ബെൽറ്റിലായിരുന്നു ആദ്യം എനിക്ക് തോന്നിയത്. ഏത് ഒരു നെക്സ്റ്റ് ഡോർ സാധനം പിടിച്ചു പോയി അവരൊക്കെ ആ ഒരു മെയിൻ ഒരു മേലക്കെത്തി. അവരിങ്ങനെ കേറി റേഞ്ച് മാറി പോയി. കാരണം എന്താ വെച്ചാൽ അതെ, നമുക്ക് എന്താ വെച്ചാൽ അവരൊക്കെ ഒരു ക്ലാസ് ആളുകള്, അതായത് ഇപ്പൊ ഉണ്ണിമൂന്നിനും ആ റേഞ്ച് നമുക്ക് ആദ്യം ഉണ്ണിമൂന്തൻ ഇപ്പൊ ആ ഒരു മാർക്ക് വന്നതോട് കൂടിയിട്ട് ഉണ്ണിമൂന്തന്റെ റേഞ്ചും മാറി. നമുക്ക് എപ്പോഴും പണ്ട് പറയുമ്പോ ഒരു ലാലേട്ടൻ മമ്മൂക്ക ഇത് രണ്ടും മാത്രം ഉണ്ടെന്ന്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അതേപോലെ ലാലേട്ടൻ മമ്മൂക്ക ഇതൊക്കെ ഒരു സിനിമയിൽ ഹിറ്റാണത്. അതാണ് സാധനം. അപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ഉണ്ണിമൂന്തനാ. കാരണം ഇത്ര കാലം ട്രോളും മറ്റേ എന്താ പറയാ അയാളുടെ റിയൽ ലൈഫ് സാധനമൊക്കെ വെച്ചിട്ട് വൻ രീതിയിൽ ബുള്ളിങ് വന്ന മനുഷ്യൻ ഒറ്റ മാർക്കോന്റെ പാൻ ഇന്ത്യ അടിച്ചോട് കൂടിയിട്ട് ആളെ റേഞ്ച് പോയി. ഇനി നമുക്ക് ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് ആളുകൾ എനിക്ക് തോന്നുന്നു സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞ സാധനങ്ങൾ വരും. അങ്ങനെ സാധനങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ ആളുകൾ. ഇനി വമ്പൻ റേഞ്ച് സാധനങ്ങളാണ് ആളുകൾക്ക് താല്പര്യം അവരുടെ കാണാൻ. അപ്പൊ പിന്നെ അത് ഇപ്പൊ ഈ പറഞ്ഞ അപ്പൊ അവരതിന് ട്രൈ ചെയ്യും, നടന്മാർ അതിന് ട്രൈ ചെയ്യും. അപ്പൊ നല്ല സിനിമകൾ നമുക്ക് കിട്ടും, വലിയ സിനിമകൾ കിട്ടും നമുക്ക്. പക്ഷെ എല്ലാ വലിയ സിനിമകളും സക്സസ് ആവണമെന്നില്ല. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു മാർക്കോ ഇറങ്ങിക്കഴിഞ്ഞാൽ മാർക്കോ സ്റ്റൈലിൽ ഒരു 10 പിന്നെ ഇറക്കുമ്പോഴാണ് ഈ പ്രശ്നം. അല്ല, വേറെ കാര്യമുണ്ട്. അങ്ങനെ ഒരു സിനിമ ഇറങ്ങി പൊട്ടിയ ഒരു പ്രൊഡ്യൂസർ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ഞാൻ വാപ്പരായി ഇങ്ങനെ സിനിമ എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ നടന്നിട്ടുള്ളൂ? അതില്ല. ഇവരിടയിലാണ് ഇവർ പറയുന്നത് എന്ത് സിനിമ എടുത്തു പൊട്ടി, ബെൻസിലാണ് നടന്നത്, ഇപ്പൊ കാലിത്തൊഴുത്തിലാണ്. ഇവരിടയിലാ പറയണേ. സൊസൈറ്റിന് മുന്നിൽ വന്ന് പറയട്ടെ, അല്ലേ? സൊസൈറ്റിന് മുന്നിൽ വന്ന് പറയട്ടെ, ലാലേട്ടനെ വെച്ചിട്ട് സിനിമ എടുത്തു, 100 കോടി ചിലവായി, പൊട്ടി, ഇത്ര പൈസ പോയി, പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു വരുന്നു പറഞ്ഞാൽ ഓക്കെ, ഇതൊരു തമ്മിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെ മനസ്സിലെന്താ നമ്മൾ വിചാരിക്കണേ? ശരിയാണല്ലോ, 100 കോടി ഇറക്കി പടം പൊട്ടി, അടുത്ത 100 കോടിക്കും പടം ഇറക്കാൻ ആളുണ്ട്. നമ്മളതല്ലേ മനസ്സിലാക്കേണ്ടത്. 100 കോടി പടങ്ങളോ അല്ലെങ്കിൽ 50 കോടി ബഡ്ജറ്റിലോ പടങ്ങൾ അങ്ങനെ വരുന്നുണ്ട്, പൈസ കൊടുക്കാൻ ആളുണ്ട്. ഇത്രയല്ലേ നമുക്ക് കരുതേണ്ട ആവശ്യമുള്ളൂ. അതിപ്പോ ചെറിയ പടങ്ങളാണെങ്കിലും ഇപ്പോ പടങ്ങൾ ഇറങ്ങി ദിവസം പൊട്ടുന്ന എത്ര പടങ്ങൾ വരുന്നുണ്ട്. ബോംബ് ഇഷ്ടം പോലെ ഉണ്ട്. എന്താണ് ഈ മലയാള സിനിമ ഞാൻ പറയുമ്പോൾ നല്ലൊരു ഫേസിലാണ് ഇരിക്കുന്നത്. വെറുതെ തമ്മിലടിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സിനും എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, പ്രൊഡ്യൂസേഴ്സിനും ശരിക്കും പൈസ ഇറക്കാൻ നിൽക്കുന്ന ഒരാൾക്കാരായിട്ട് മാത്രം നിൽക്കാതെ ആ സിനിമയിലൊരു ഇൻവോൾവ്മെൻറ്റും അല്ലെങ്കിൽ ആ സിനിമയോടൊരു കൂടുതൽ സിനിമ എന്നുള്ള രീതിയിലും കൂടെ കാണണം എന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ വെറും പൈസ ഇറക്കുന്ന ആൾക്കാരായത് മാത്രമല്ല, അവർ ചോദിച്ച് വാങ്ങുന്നത് അതാണ്. ഞങ്ങൾ അങ്ങനെ കണ്ടാൽ മതി, ഞങ്ങൾക്ക് റെസ്പെക്ട് തരൂ, അതുകൊണ്ടാണ് മാത്രമല്ല ലാസ്റ്റ് കിട്ടുന്നത്. അല്ലാതെ പൈസ കിട്ടാത്തതിന്റെ കാരണം ഈ പടങ്ങളുണ്ടല്ലോ ചിലതൊക്കെ പൊട്ടിക്കാനായിട്ട് നമുക്കൊരു സിനിമനെ പറ്റി ഒരു ABCD അറിയാത്ത ആൾക്കാർ നമുക്ക് തന്നെ തുടക്കം പടം തുടങ്ങുമ്പോൾ തന്നെ ഇത് ഓട്ടാൻ പോവാണ് തോന്നുന്നു. പിന്നെ വേറെ കാര്യം എന്താ അറിയോ, ഇതിനിടയിലുള്ള റിയൽ കൾപ്പിൾസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. പുതിയ പ്രൊഡ്യൂസേഴ്സിനെ കൊടുത്തിട്ട് മുക്കുന്നത് ഇവിടുത്തെ നടന്മാരെക്കാൾ കൂടുതൽ അറിയുന്നില്ല. സിനിമയിലുള്ള ആളുകൾക്ക് തന്നെ അറിയാം. സിനിമയായിട്ട് ഏറ്റവും കൂടുതൽ പൈസ അടിച്ച് മാറ്റുന്ന വേറെ ടീമുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. അതിനെ പറ്റിയും അങ്ങനത്തെ ഒരു സംസാരങ്ങളൊന്നും വരുന്നില്ലല്ലോ ഇപ്പോൾ. കോർഡിനേഷൻ ടീമിനെ നിങ്ങളൊന്ന് പിടിക്കണം, അവരെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലതും കോർഡിനേറ്റ് അതെ, പലതും കോർഡിനേഷനിൽ വരുന്ന ഒരു സിനിമ 4 കോടിയിൽ നിന്ന് 10 കോടി ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സീൻ. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. കാരണം അത് പറയാതിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുള്ള ഗുൽസിതങ്ങളും നടന്മാരുടെ ഭാഗത്തുള്ള ഗുൽസിതങ്ങളും ഒക്കെ അവർ പുറത്തിട്ട് അലക്കും എന്ന് പേടിച്ചതും ഉണ്ടാവണം. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടു. കഴിഞ്ഞ ദിവസം ക്ലിപ്പല്ല, നമ്മൾ മുന്നേ കണ്ടല്ലോ, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ പണ്ട് ഈ OTT-ക്കൊക്കെ സംഭവിക്കാൻ പോണ കാര്യങ്ങളൊക്കെ. അന്ന് എല്ലാവരും സന്തോഷ് പണ്ഡിറ്റിനെ കുറെ സിനിമാക്കാരെല്ലാവരും പറയട്ടെ, OTT ശരിക്കും ഞാൻ പറയുമ്പോൾ ബ്ലസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. സംഗതി നല്ലതാണ്. OTT-നോടെങ്കിലും കടപിടിക്കാൻ രീതിയിൽ എന്ത് വരുന്നുണ്ട്, OTT-യിൽ എടുക്കും അല്ലെങ്കിൽ എടുക്കണം എന്നുള്ള രീതിക്കെങ്കിലും പണം നന്നാക്കി എടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നില്ലേ? ഉണ്ടോ? വിൽക്കാൻ വേണ്ടി പണം നന്നാക്കി എടുക്കുന്നുണ്ടല്ലോ. അത് നല്ല കാര്യം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്,
തമ്മിലടിച്ച് ഇങ്ങനെ തമ്മിലടിച്ച് മലയാള സിനിമയ്ക്ക് അതൊരു പ്രശ്നം വരാതെ നല്ല ഫേസിലാണ് ഇരിക്കുന്നത് മലയാള സിനിമ. നല്ല നല്ല സിനിമകൾ, നല്ല പ്രോമിസിങ് പ്രൊജക്ടുകൾ നല്ല ഒരുപാട്. നല്ല സാധനങ്ങൾ ഇറക്കാൻ അവരും തയ്യാറാണ്, കാണാൻ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ നമ്മളും തയ്യാറാണ്. അതിന്റെ ഇടയിൽ നിങ്ങൾ തമ്മിലൂടിയിട്ട് ഈ ഒരു നല്ല കാലം അവസാനിപ്പിക്കരുത്. വെറുതെ തമ്മിലടിച്ചിട്ട് ഇല്ലാതാക്കരുത് അല്ലേ. അതെ, ഇതെന്താ പറയുക, ലാസ്റ്റ് തമ്മിലടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പൈസ ഇനി മുടക്കാൻ താല്പര്യമില്ലല്ലോ. ഞങ്ങളില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, പഴയ പോലെ ഏതെങ്കിലും തോട്ടുമക്കത്തോ അല്ലെന്നുണ്ടെങ്കിൽ പാടവരമ്പിലോ വെച്ചിട്ട് 2 പ്രകൃതി ഫോട്ടോ എടുത്ത് പോയിക്കോടെ എന്ന് പറയും. പിന്നെ സത്യസന്ധമായ കണക്ക് വേണം പറയാൻ. അത് ഉള്ളതില്ലാത്ത പറയണതും ഇല്ലാത്തത് ഉണ്ടാക്കി പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഇനി വരുന്ന പ്രൊഡ്യൂസർമാർക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ പൈസ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള തോന്നൽ വരും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഓക്കെ ഗൈസ്, പൈസ ഉള്ളവൻ എടുത്ത് പൊട്ടിക്കട്ടെ, പൈസ കിട്ടണതിന് തിരിച്ചു കിട്ടട്ടെ. ആശയില്ലേ നമുക്ക് തിയേറ്ററിൽ കയറിയിട്ട് ആകെ 200 റുപ്യ ഉണക്കളോ ഒക്കെ നമുക്കുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യും, ആഴ്ചക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മളെ മുന്നിൽ കിടന്ന് അടി ഉണ്ടാക്കി തീരരുത്, ഇത്ര പറയാനുള്ളൂ. സിനിമ കാണുന്നതിന് വരപ്പോ നിങ്ങളെ കോമഡികളാണ് രാവിലെ എന്തിനും പടം തിയേറ്ററിൽ പോയി കാണണമെന്നേ ആലോചിച്ചത്. TV തുറന്ന് വെച്ചാൽ മതി, നിങ്ങളെ തമ്മിലടി കണ്ടാൽ തന്നെ അതിൽ ട്വിസ്റ്റ് ഉണ്ട്, ടേൺ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. ഈവൻ ത്രില്ലറാണ്. അടുത്തത് ആരടാ വില്ലൻ, ആരടാ ഹീറോ, രസമാണല്ലേ. കാണേക്കാ രസമാണ് നിങ്ങൾ അടി കാണാൻ. അടിക്കാതിരിക്കല്ലേ പറയാനുള്ളൂ. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ അടി റാഗിങ് ഒക്കെ നടക്കുന്നുണ്ട് കൂട്ടത്തിൽ. ഇതും കൂടി ഇതും ഒരു തരം റാഗിങ് തോന്നുന്നു എനിക്ക്. ഇത് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടാണ് ഈ മൊത്തം അടി. ഇന്നലെ വരെ തോള് കയറ്റി നടന്നിരുന്ന ആൾക്കാരൊക്കെ തമ്മിലാണ് ഈ തല്ലുംപിടി കൂടുന്നത്. എന്നിട്ട് അവരെല്ലാവരും കൂടി സെറ്റ് ആവും ലാസ്റ്റ്. അപ്പോഴും സിനിമയ്ക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.